നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസം അതല്ലേ എല്ലാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റ് ഇനിയോസ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജിയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളും അത് പോസിറ്റീവ്ലി നമ്മളെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തു എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇപ്പം തന്നെ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദി ഷോ. സർ ജിം റാറ്റ്ക്ലിഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോർണറായിട്ട് വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. അവർ ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നതിന് ശേഷം അവർ സ്പോർട്ടിംഗ് ഡിസിഷൻസിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ അധികം ആൾക്കാരെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, മാനേജ്മെൻറ്റിലേക്ക്. അതായത് സ്പോർട്ടിംഗ് ഡയറക്ടർ, എത്രയോ വർഷങ്ങളായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സ്പോർട്ടിംഗ് ഡയറക്ടർ ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ വരുന്നു, പിന്നെ CEO വരുന്നു, പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഹെഡ് വരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇത്ര നാൾ ഇല്ലാതിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗെദർ ടു അച്ചീവ് എ ഡ്രീം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും കപ്പടിക്കാനായിട്ടുള്ള ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമിനെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇനിയോസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി. നമ്പർ 1, മത്തിയസ് കുനിയ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ട്രാൻസ്ഫർ രീതികൾ നമുക്കറിയാം. എപ്പോഴാണെങ്കിലും നമ്മളൊരു പ്ലെയറുമായിട്ട് ഇൻട്രസ്റ്റഡ് ആകുക, പിന്നെ നോട്ടം ഇടുക, പിന്നെ മോണിറ്റർ ചെയ്യുക, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലെങ്തി പ്രോസസ്സാണ്. പക്ഷേ മത്തിയസ് കുനിയയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സീസൺ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കുഞ്ഞിനെ സ്വന്തമാക്കുന്നു. നമ്പർ 2, ബ്രയൻ എംബൂമോ. എംബൂമോയുടെ ട്രാൻസ്ഫറിൽ നമ്മൾ കുറച്ച് ഡിലേ എടുത്തു. ഒരു 1.5 മാസമാണ് ആ ഒരു ട്രാൻസ്ഫർ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബൂമോനെ വേറെയും ടീംസ്, അതായത് ടോട്ടൻഹാം, ന്യൂ കാസിൽ പോലത്തുള്ള ടീംസ് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്തുള്ള മേജറായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബ്രെൻഫോർഡിൻ്റെ മുൻ കോച്ച് തോമസ് ഫ്രാങ്ക് ടോട്ടൻഹാമിൻ്റെ കോച്ചായി മാറിയതിനു ശേഷം തോമസ് ഫ്രാങ്ക് എടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എംബൂമോനെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്ന് നിന്നതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ ആ ഒരു ഇത് ഫൈനലൈസ് ചെയ്തു. അപ്പം അതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈവൻ ദോ ദർ വാസ് എൻ ഇൻട്രസ്റ്റ് ഫ്രം ദ പ്രീവിയസ് മാനേജർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ ഡിസിഷൻ, നമ്മുടെ കോച്ച് ആവശ്യപ്പെട്ടതുപോലുള്ളൊരു ട്രാൻസ്ഫർ ഡിസിഷനിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. അതേ കണക്ക് തന്നെ ആ ഒരു പ്ലെയറിനെ നമ്മുടെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിച്ചത് ഒരു മികച്ച തീരുമാനമായി കാണുന്നു. നമ്പർ 3, ബെഞ്ചമിൻ സെസ്കോ ഇൻസ്റ്റെഡ് ഓഫ് വിക്ടർ യോക്കറസ്. നമുക്കറിയാം വിക്ടർ യോക്കറസ് എമർബിൻ്റെ അണ്ടറിൽ സ്പോർട്ടിങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ആ സമയത്ത് തന്നെ യോക്കറസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രൈക്കർ തന്നെയായിരുന്നു. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാൻസ് ഒത്തിരി അധികം ആഗ്രഹിച്ചു നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാം. കാരണം എന്ന് വെച്ചാൽ റൂബൻ അമറമിൻ്റെ അണ്ടറിൽ കോച്ച് ചെയ്യപ്പെട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം യുണൈറ്റഡിൽ വന്നു കഴിഞ്ഞാൽ യോക്കറസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇത് കാണാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മാനേജ്മെൻറ്റ് എടുത്ത ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് വേണ്ട. അതിന് പകരം അവർ കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണ് നോട്ടോ ഇട്ടത്. ദാറ്റ് ഈസ് ലൈക്ക് ബെഞ്ചമിൻ സെസ്കോ. ഏറ്റവും അവസാനം കുറേ എന്താ പറയുക നെഗോസിയേഷൻസും അതിനൊക്കെ ശേഷം ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ബെഞ്ചമിൻ സെസ്കോനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. യങ് പ്രൊളിഫിക് സ്ട്രൈക്കർ, നല്ല പൊട്ടൻഷ്യലുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അത് ഒരു മാസ്റ്റർ ക്ലാസ് ഡിസിഷൻ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നമുക്കറിയാം യോക്കറസിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി, ആർസനലിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്, എന്നിരുന്നാൽ പോലും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു പ്ലെയറിന് പറ്റിയിട്ടില്ല. പക്ഷേ ആ സമയം സെസ്കോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ സെസ്കോയ്ക്ക് ഹയർ സീലിംഗ് ഉണ്ട്. നമ്മുടെ ടീമിൽ കളിക്കുന്ന സമയത്ത് എത്രയോ ഇപ്പം 10 ഗോൾസ് ആയി സ്കോർ ചെയ്തിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഓൾസോ ഹീ ക്യാൻ ബി എ മച്ച് ബെറ്റർ സ്ട്രൈക്കർ ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. ഇനി അങ്ങോട്ടേക്കുള്ള വർഷങ്ങൾ ഇമ്പ്രൂവ് ആയിട്ട് ഹി വിൽ ഡെഫിനറ്റ്ലി ബി എ ടോപ്പ് സ്ട്രൈക്കർ. ഒരു 30+ ഗോൾസ് ഒരു സീസണിൽ തരുന്ന ഒരു സ്ട്രൈക്കറായി മാറാനായിട്ടുള്ള പൊട്ടൻഷ്യൽ സെസ്കോയ്ക്കുണ്ട്. പോയിന്റ് നമ്പർ 4, അലജാൻഡ്രോ ഗർണാച്ചോ സോൾഡ് ടു ചെൽസി. നമ്മുടെ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. ഇതേപോലത്തുള്ള ടീമിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാത്ത അങ്ങനത്തെ ഉള്ള ഒരുത്തിനും നമ്മുടെ ടീമിലേക്ക് വേണ്ട എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഗർണാച്ചോ. ഏറ്റവും യങ് ആയിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് ടീമിൽ കൊണ്ടുവന്ന് അത്യാവശ്യം ഈ കഴിഞ്ഞ കുറച്ച് 2 വർഷത്തിൻ്റെ ടൈമിൽ തന്നെ
ഇത്രയധികം ഗെയിംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾമോസ്റ്റ് ലൈക്ക് 90+ ഗെയിംസ് ഇത്രയും ചെറിയ കാലഘട്ടത്തിൽ മാന്യുവിന് കളിച്ച് ഇത്രയും അവസരം കൊടുത്തിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ഏറ്റവും അവസാനം യുണൈറ്റഡിനെ തള്ളി പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുത്തു, ഓക്കെ ഫൈൻ, ഇങ്ങനത്തെ ഒരു പ്ലെയർ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെൽസിക്ക് വിറ്റു. അതും 40 മില്യൺ എമൗണ്ടിനാണ്. ഇപ്പോഴത്തെ ഗാർണാച്ചോയുടെ കളി കണ്ടതിന് ശേഷം നമുക്കത് തോന്നുന്നു പറഞ്ഞാൽ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി എന്താ പറയുക, ഒരു വലിയൊരു പ്രോഫിറ്റ് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കളിയിൽ ഒരു 10 മില്യൺ പോലും അവകാശപ്പെടാനില്ലാത്ത കളിയാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 40 മില്യൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ടീമിൻ്റെ അവരുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. 40 മില്യന് അവന് കൊടുത്ത് ഒഴിവാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രോപ്പർ ബിസിനസ് സ്ട്രാറ്റജി. പോയിന്റ് നമ്പർ 5, റാസ്മസ് ഹോയ്ലൻഡ് ടു നാപ്പോളി. അത് ഒരു ലോൺ മൂവ്, അതായത് ഒരു 6 മില്യൺ യൂറോസിൻ്റെ ലോൺ ഡീലും പിന്നെ അവർ യൂറോപ്പ് ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ 44 മില്യൻ്റെ ഫൈനൽ പ്രൈസ്. ഇതാണ് ആ കോൺട്രാക്ട് ഡീൽ. എനിക്ക് തോന്നുന്നു ആ ഡീൽ ഏകദേശം സെറ്റാണ്. കാരണം വെച്ചാൽ നാപ്പോളി ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്യുന്നു ആൻഡ് ഓൾസോ വി ആർ ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 50 മില്യൺ യൂറോസ് ഫോർ ദിസ് പ്ലെയർ. നമ്മൾ ടെൻ ഹാഗിൻ്റെ കാലഘട്ടത്തിൽ 72 മില്യന് കൊണ്ടുവന്ന പ്ലെയറാണ്. അപ്പോൾ അതിൽ നിന്നും ഇത്രയും 2 സീസൺ കളിച്ചതിന് ശേഷം ഒരു 50 മില്യണിലേക്ക് ആ പ്ലെയറിൻ്റെ വാല്യൂ സെല് ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗുഡ് ഡീൽ. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ആക്ച്വലി ഫസ്റ്റ് സീസണിൽ ഒരു പ്രതീക്ഷ കാണിച്ചിട്ട് സെക്കൻഡ് സീസണായപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹോയ്ലൻഡിനെ നാപ്പോളിക്ക് കൊടുത്തത് അതൊരു മേജർ ഡെസിഷൻ, ഒരു പോസിറ്റീവ് ഡെസിഷൻ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പോയിന്റ് നമ്പർ 6, ബോംബ് സ്ക്വാഡിനെ ഒഴിവാക്കി. നമ്മുടെ കഴിഞ്ഞ സീസണിൽ നമുക്ക് ഏറ്റവും പ്രശ്നക്കാരായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെ ടീമിൽ നിന്നും എടുത്ത് മാറ്റണം എന്നുള്ള ഒരു എന്താ പറയുക തീരുമാനം നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൈറാക്കി കൊണ്ടുവന്നു. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ നിർവഹിക്കുകയും ചെയ്തു. അത്യാവശ്യം പ്ലേയേഴ്സിന് എല്ലാവരെയും അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. റാഷ്ഫോർഡ് ബാർസലോണയിൽ പോയത് മാത്രമല്ല വേജസ് മൊത്തത്തിൽ ബാർസലോണ തന്നെ വഹിക്കും എന്നുള്ള നിലയ്ക്ക് എത്തി. പിന്നെ അതിനുശേഷം ജേഡൻ സാൻചോ, ലൈക്ക് എനിക്ക് തോന്നുന്നു 70-80% ഓഫ് ദ വേജസ് അത് കൊടുക്കുന്നത് ആസ്റ്റൺ വില്ലയാണ്. ആകെ എനിക്ക് തുച്ഛമായിട്ടുള്ള 20% മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കുന്നുള്ളൂ. പിന്നെ ആന്റണീനെ ലാസ്റ്റ് ഡേയിൽ റിയൽ ബെറ്റിസിന് സെല് ചെയ്തു. പിന്നെ അതിനുശേഷം ടൈറൽ മലാസിയ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. മലാസിയ എനിക്ക് തോന്നുന്നു ആ പരിക്കും ഒക്കെ കാരണം വേറെ ടീം ഒന്നും എടുക്കത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം ബോംബ് സ്ക്വാഡിൻ്റെ മൊത്തത്തിൽ തന്നെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കി എന്നുള്ള ഇതാണ്. റൂബൻ അബ്രമിനും അതിനകത്ത് പങ്കുണ്ട്. സോ കൺഗ്രാറ്റ്സ് ടു ദറ്റ് ടീം ആ ഒരു ഡിസിഷൻ എടുത്തത്. ഇങ്ങനത്തെ ഉള്ള പ്ലെയേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ആ ഒരു ജേഴ്സി ധരിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്രൈഡ്. അങ്ങനെ പ്രൈഡ് തോന്നാതെ ആ ടീമിന് വേണ്ടിയിട്ട് 100% കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആരും നമ്മുടെ ടീമിലേക്ക് വേണ്ട എന്ന തീരുമാനം തന്നെയാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓഫ് ലാസ്റ്റ് സമ്മർ. പോയിന്റ് നമ്പർ 7, സെനി ലാമൻസ് ഇൻസ്റ്റെഡ് ഓഫ് എമിലിയാനോ മാർട്ടിനസ്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഡെസിഷൻ കഴിഞ്ഞ സീസണിൽ ഇത് തന്നെയാണ്. നമ്മുടെ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ്. കാരണം അതിന് മുമ്പുള്ള അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒനാന നിൽക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, അൽത്തെ ബേന്ദർ നിൽക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം അറിയാം. പക്ഷേ കഴിഞ്ഞ സീസൺ, അതായത് ഈ പോകുന്ന സീസണിൽ സെനി ലാമൻസ് വന്നതിന് ശേഷം ഒരു രീതിയിലുള്ള ഗോൾ കീപ്പർ ടോക്സും നടന്നിട്ടേ ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റി, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ലീഡിങ് ടു ഗോൾസ്, മറ്റേത് മറിച്ചത് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പം അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ടീം ചെയ്തത്. കാരണം എമിലിയാനോ മാർട്ടിനസിൻ്റെ പേര് വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. എന്ന് വെച്ച് പറഞ്ഞാൽ വേൾഡ് കപ്പ് വിജയിച്ച ഗോൾ കീപ്പർ, വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ, ഇതൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു പേരും പെരുമയ്ക്കും ചേരുന്ന ഉള്ള ഒരു ഗോൾ കീപ്പർ. അങ്ങനെ കുറേ ലേബിൾസ് ആണ് പറയപ്പെട്ടിരുന്നത് എമിലിയാനോ മാർട്ടിനസിന്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു റൂബൻ അബ്രമിൻ്റെ ഒരു താല്പര്യമായിരുന്നു എമിലിയാനോ മാർട്ടിനസിനെ കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് വേണ്ട, ലെറ്റ്സ് ഗോ ഫോർ എ യങ് ബെൽജിയൻ ഗോൾ കീപ്പർ. റോയൽ ആന്റ്വേർപ്പിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു ബെൽജിയൻ പയ്യനുണ്ട്, നമുക്ക് അവനെ കൊണ്ടുവരാം, അത്യാവശ്യം സ്റ്റേബിൾ ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു പയ്യനെ കൊണ്ടുവന്നപ്പം ഫാൻസിൻ്റെ ഇടയ്ക്കൊക്കെ ആ ഒരു
ചോദ്യചിഹ്നം വന്നു. ഈ പ്ലെയർ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ 1 ആയിട്ടാണോ അതോ ഒരു സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടുള്ള രീതിയിലാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അൽത്തെ ബാൻഡറിനെ കൊണ്ട് തന്നെ നമ്മളെ സീസൺ മുമ്പോട്ട് പോകും. പിന്നെ ഈ പയ്യൻ സെക്കൻഡായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പം ലൈക്ക് വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? അതിനെക്കാട്ടി നല്ലത് എമിലിയാനോ മാർട്ടിനസ് പോരായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ അതിനൊക്കെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമ്മുടെ ഫസ്റ്റ് ഗെയിമിൽ തന്നെ സെനി ലാമൻസ് കാഴ്ചവെച്ചു. ആ ബോളൊക്കെ ചാടി ക്ലെയിം ചെയ്യുന്ന ആ ഒരു അവസ്ഥ വന്നപ്പോൾ ആ സ്റ്റേഡിയം നിന്ന് കൈയടിച്ചു. കാരണം അവർക്കറിയാം അതിന് മുമ്പ് അവർ കണ്ടുകൊണ്ടിരുന്ന എന്താണെന്ന് അവർക്കറിയും. അതിന് വിപരീതമായിട്ട് ഒരു പ്ലെയർ നല്ല ഉയർന്ന് ചാടി ബോൾ ക്ലെയിം ചെയ്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഈ പ്ലെയറിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഈ ഒരു ഡിസിഷൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 45 മില്യൺ ആണ് എമിലിയാനോ മാർട്ടിനസിന് ആസ്റ്റൺ വില്ലയുടെ ആസ്കിംഗ് പ്രൈസ്. അതോടൊപ്പം എമിലിയാനോ മാർട്ടിനസിൻ്റെ വേജസ് എന്ന് പറഞ്ഞാൽ ഹെവി വേജസ് ആണ്. എനിക്കൊന്ന് 200+ എന്തോ ആണ് വേജസ് എമിലിയാനോ മാർട്ടിനസ് ചോദിച്ചിരുന്നത്. അപ്പം ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള 18 മില്യൺ ഈ പയ്യനെ കൊണ്ടുവരികയും ചെയ്തു. പിന്നെ വേജസ് എന്ന് പറഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ള ഒരു വേജ് സ്ട്രക്ചർ കൊടുത്തിട്ട് പ്ലെയറിനെ കൊണ്ടുവന്നത് ദ ബെസ്റ്റ് ഡെസിഷൻ ഓഫ് ദ ട്രാൻസ്ഫർ വിൻഡോ ലാസ്റ്റ് സീസൺ എന്ന് ഞാൻ പറയും. പോയിന്റ് നമ്പർ 8, മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമ്മുടെ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം പ്ലെയേഴ്സ് വരുന്നു, അവർക്കൊക്കെ ഹെവി പ്രൈസ് കൊടുത്തിട്ട് കൊണ്ടുവരുന്നു, ഒരു രീതിയിലുള്ള കളിയും ഒന്നുമില്ല. അതേ കണക്ക് വേജസ്, ഹെവി വേജസ് കൊടുക്കുന്നു, ഇവർ കളിക്കാതെ ഇരുന്നിട്ട് ഇവരെ വിൽക്കാൻ നടക്കുന്നില്ല. കാരണം ഈ സാൻജോനൊക്കെ 300,000 പൗണ്ട്സ് ആണ് പെർ വീക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ പ്ലെയറിനെ ഒന്നും ആർക്കും എടുക്കാനായിട്ട് താല്പര്യമില്ല. ഇത്ര ഹെവി വേജസ് കൊടുത്തിട്ട് ആരാ എടുക്കുന്നത്? അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് വരുന്ന പ്ലെയേഴ്സിന് ഒരു നോർമൽ വേജസ്, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വേജസ് കൊടുക്കുക. അല്ല ഓവർ പ്രൈസ് ചെയ്തിട്ടുള്ള എല്ലാം ഒഴിവാക്കിയ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ തന്നെയാണ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വിൻഡോയിൽ സമ്മർ ട്രാൻസ്ഫറിൽ കാർലോസ് ബലേബന നമ്മൾ മാഞ്ചസ്റ്ററുമായിട്ട് ട്രൈ ചെയ്തു. ഏകദേശം 100 മില്യൺ പൗണ്ടാണ് ബ്രൈറ്റൺ ചോദിച്ചിട്ടുള്ള എമൗണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്തു വേണ്ട, ഈ ഒരു പ്ലെയറിന് അത്രയും പൈസ ഒന്നും കൊടുത്തിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസിഷൻ നോ പറഞ്ഞിട്ടാണ് നിന്നത്. നമുക്ക് അതിനുശേഷം നമ്മൾ ഈ ഒരു സീസണിൽ കാണുന്നു കാർലോസ് ബലേബ അവർ 100 മില്യൺ പ്ലെയറിൻ്റെ ലെവലിൽ നിന്നും ഏകദേശം കുറഞ്ഞ് ഒരു 50 to 60 മില്യൺ പ്ലെയറിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഐ തിങ്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മികച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. പോയിന്റ് നമ്പർ 9, സെക്യൂറിങ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. നമ്മുടെ മാനേജ്മെൻറ്റ് ഈ അടുത്തിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ യങ് പ്ലെയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ 28, 29, 30 വയസ്സൊക്കെ ഉള്ള പ്ലെയേഴ്സിനെ ഉൾപ്പെടെ നമ്മൾ ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് അവരുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ട്രൈങ് ടു ബ്രിങ്ങിങ് ഇൻ യങ് പ്ലെയേഴ്സ്, ഒരു 16 മുതൽ ഒരു 18 ഇയേഴ്സ് വരെയൊക്കെയുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നു. പിന്നെ അതിനുശേഷം ഇത് ഇൻക്ലൂഡിങ് ദ അക്കാഡമി ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ടീമിലേക്ക് ഇതാണ് അത്യാവശ്യം പ്രീമിയർ ലീഗ് പ്രൂവൺ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് 22, 25, 26 ആ റേഞ്ച് വരെയൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള പ്ലെയേഴ്സ്. ഇപ്പോൾ സെക്കു കോനെ ആയാലും ചിദോ ഒബി, ഈഡൻ ഹെവൻ, പിന്നെ ക്രിസ്റ്റ്യൻ ഒറോസ്കോ. അപ്പോൾ ഇതിനകത്തുള്ള പ്ലെയേഴ്സിനെ യങ് ആയിട്ട് കൊണ്ടുവന്ന് വളരെ ചെറിയ എമൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഇവിടെ നിർത്തി കളി ഇംപ്രൂവ് ചെയ്തതിന് ശേഷം മേ ബി വി വിൽ ടേൺ ഇൻ ടു എ സെമി സെല്ലിംഗ് ക്ലബ്ബ്. ഇപ്പം ചെൽസിയൊക്കെ ചെയ്യുന്നത് പോലെ ആ ലെവലിലേക്ക് ചെയ്യേണ്ടെങ്കിൽ പോലും നമ്മളൊരു ചെറിയ ലെവലിലേക്ക് നമുക്കതും ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്ലെയറിനെയൊക്കെ ഇവിടെ കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 30 മില്യൺ 40 മില്യനൊക്കെ വിൽക്കുന്ന ലെവലിലേക്ക് ഒക്കെ കൊണ്ടുപോകാം എന്നുള്ളൊരു സ്ട്രാറ്റജി അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ ഈ അടുത്തിടെയായിട്ട് കുറേ യങ് പ്ലെയേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ ഇവരെല്ലാവരെയും നമ്മുടെ ടീമിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം കളിച്ചതായി കഴിയുമ്പോൾ ദേ ക്യാൻ ബി സോൾഡ്, വേറെ ടീമിലേക്ക് വിറ്റെടുത്ത് പ്രോഫിറ്റ് എടുക്കാമെന്നുള്ളൊരിതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഫെയർ പ്ലേയുടെ ഇൻസൈഡിൽ നിന്നും തന്നെ നമുക്ക് കളിക്കാം. ആൻഡ് ഓൾസോ വി ക്യാൻ ഹാവ് മോർ പ്രോഫിറ്റ്. നമ്മുടെ ടീമിലേക്ക് കൂടുതൽ മെയിൻ ടീം പ്ലെയേഴ്സിനെ കൊണ്ടുവരാനായിട്ടും അല്ലെങ്കിൽ ഹൈ വാല്യൂഡ് പ്ലെയേഴ്സിനെ കൊണ്ടുവരാനായിട്ടും ഇതേപോലത്തുള്ള സെയിൽസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് എന്തുകൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റിന് ട്രാൻസ്ഫർ ഡെസിഷൻസിൽ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും രീതിയിലാണ് ഈ ഒരു സ്ട്രാറ്റജീനെ വിലയിരുത്താനായിട്ട് തോന്നുന്നത്? എന്താണെന്ന് വെച്ചാലും കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.